ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആദരണീയരായ എല്ലാ സനാതനധർമ്മ വിശ്വാസികളെയും ഭാരതീയ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രതിപാദിച്ചത് ഹിന്ദു ധർമ്മത്തെക്കുറിച്ചായിരുന്നു. ധർമ്മം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു. ധർമ്മത്തിന് 4 ലക്ഷണങ്ങളാണ് കൽപ്പിച്ചിട്ടുള്ളത്. ഇത് സനാതനമാണ്. സനാതനമായതുകൊണ്ടാണ് ഈ ധർമ്മം നിലനിൽക്കുന്നത്. ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഇത് ശ്രദ്ധിക്കേണ്ടത്, ഈ ധർമ്മത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുന്ന ഈ ദുഷ്ടശക്തികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ രൂഢമൂലമായിരിക്കുകയാണ്. അത് പല മേഖലകളിലായി ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ ഭരണാധികാരികൾ പോലും സനാതനധർമ്മത്തെ, നമ്മെ ഭരിക്കുന്നവർ പോലും, കേരളത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്, സനാതനധർമ്മത്തെ എതിർത്ത് സംസാരിക്കുമ്പോൾ ഈ ധർമ്മചിന്ത ചില സന്യാസിമാർ പോലും, അതിന് സന്യാസി എന്ന് പറയുന്നില്ല, സന്യാസി വേഷം ധരിച്ചവർ പോലും അത്തരത്തിൽ ഈ ധർമ്മത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു സന്യാസിക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും സാധ്യമല്ല എന്ന് നമുക്കറിയാം. പക്ഷേ കപട സന്യാസിമാരുണ്ട്, സന്യാസ വേഷം ധരിച്ചവരുണ്ട്. അങ്ങനെയുള്ളവർ ഇതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ മറ്റു പല ആശയങ്ങളോടും കൂട്ടുപിടിച്ച് ഇവിടെ ഈ ധർമ്മത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ അതിനെ എന്തു വില കൊടുത്തും പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്ത് തോൽപ്പിക്കേണ്ട സമയമാണിത്. അത് ഹിന്ദു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ഈ സന്ദേശം, ഈ സനാതന ധർമ്മത്തിൻ്റെ ആ ലക്ഷണങ്ങളെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതിൽ ധർമ്മലക്ഷണമാണ് ഞാൻ സൂചിപ്പിച്ചത്. ധർമ്മത്തിന് 4 ലക്ഷണങ്ങളുണ്ടെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇന്ന് നമ്മൾ ധർമ്മത്തിൻ്റെ 10 ലക്ഷണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്ത്, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തി ഈ സന്ദേശം എല്ലാവരിലും എത്തിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ധർമ്മത്തിന് ആചാര്യന്മാർ 10 ലക്ഷണം കൂടി കൽപ്പിച്ചിട്ടുണ്ട്. അതാണ് ധൃതി, ക്ഷമ, ശമം, ദമം, അസ്തേയം, ശൗചം, ഇന്ദ്രിയ നിഗ്രഹം, ധീർവിദ്യ, സത്യം, അക്രോധം, ദശകം, ധർമ്മലക്ഷണം. ഇതാണ് ധൃതി. നമുക്കറിയാം, ഉത്സാഹം എന്നാണ് അർത്ഥം. ഇവിടെ എപ്പോഴും സ്ഥിരോത്സാഹിയാവണം. അതുപോലെയാണ് ക്ഷമ. നല്ല ക്ഷമ വേണം ജീവിതത്തിൽ. അതുപോലെയാണ് ശമം. ശമം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇന്ദ്രിയങ്ങളുടെ അടക്കം, ശമം. അടുത്തതാണ് ദമം. അത് ചിത്തവൃത്തി നിരോധം എന്ന് പറയും. അതുപോലെ അസ്തേയം എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കാതിരിക്കൽ. അതുപോലെ ശൗചം, ബാഹ്യ ആഭ്യന്തര ശുചിത്വം എല്ലാം അതിൽപ്പെടും ശൗചം. അടുത്തത് ഇന്ദ്രിയ നിഗ്രഹം, ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായും നിഗ്രഹിക്കൽ. നമുക്ക് 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളുമുണ്ട്. ഇതിനെ പൂർണ്ണമായും അടക്കലാണ്. അതുപോലെ ധീർവിദ്യ, ആത്മവിദ്യ. പിന്നെ സത്യം ഈശ്വരനാണ്. അതുകൊണ്ടാണ് നമ്മുടെ പൂർവസൂരികളായ ആചാര്യന്മാർ, അതുപോലെ പുണ്യപുരാണ പുരുഷന്മാരെല്ലാം സത്യലംഘനം മരണത്തേക്കാൾ കഠിനമായി കണ്ടിരുന്നത്. അതുപോലെ സത്യം, അക്രോധം, 10ാമത്തേതാണ് അക്രോധം, ക്രോധമില്ലാത്ത അവസ്ഥ. ഇങ്ങനെ 10 ലക്ഷണങ്ങളാണ് ധർമ്മത്തിന് ആചാര്യന്മാർ കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ആചാരങ്ങളിലൂടെ, അനുഷ്ഠാനങ്ങളിലൂടെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. ഇതാണ് യഥാർത്ഥത്തിൽ ധർമ്മത്തിൻ്റെ ലക്ഷണങ്ങളായി നമ്മുടെ ആചാര്യന്മാർ കണ്ടത്. ഇത് എല്ലാവർക്കും നമസ്തേ.